Hi friends, I am Joy Telekadan. Welcome to my YouTube channel Joy's Kitchen. ഞാൻ ഇന്ന് കുക്ക് ചെയ്യാൻ പോകുന്നത് ഒരു ഹൈദരാബാദി ഗ്രീൻ ചിക്കനാണ്. അതിന് ആവശ്യമായിട്ട് ഞാൻ 1.5 കിലോ ചിക്കൻ ഇതേപോലെ കഷ്ണങ്ങളാക്കിയത് എടുത്തിട്ടുണ്ട്. ഇതേപോലെ കഷ്ണങ്ങൾ നുറുക്കി ഇങ്ങനെ എടുത്ത് കഴുകി റെഡിയാക്കിയത് എല്ലോട് കൂടിയുള്ളതാണ്, വിത്ത് ബോണാണ്. വിത്ത് ബോണായിട്ട് കുക്ക് ചെയ്യുമ്പോൾ ചിക്കന് ടേസ്റ്റ് കൂടും. അതിന് ആവശ്യമായിട്ട് ഞാൻ ഇത്രയും മിൻറ്റ് എടുത്തിട്ടുണ്ട്. അതേപോലെ കൊറിയാണ്ടർ ലീഫും ഇത്രയും എടുത്തിട്ടുണ്ട്. പിന്നെ അതിനാവശ്യമായിട്ടൊരു കുറച്ച് വേപ്പിലയും കറി ലീഫും, പിന്നെ ഗാർലിക്ക്, ജിഞ്ചർ. ഗാർലിക് ഒരു 9 പീസ് അല്ലി ഇതേപോലത്തെ പീസുകൾ എടുത്തിട്ടുണ്ട്. അതേപോലെ ഗ്രീൻ ചില്ലിയും ഇതേപോലെ ഒരു 5 എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കൂടുതൽ ഗ്രീൻ ചില്ലി യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ കുറച്ചാണ് യൂസ് ചെയ്യുന്നുള്ളൂ. ഇത് എല്ലാം കൂടി ഒന്ന് അരച്ചെടുത്തിട്ട് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അങ്ങനെ ഞാനിത് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാൻ വേണ്ടി പോവാണ്. ഗ്രീൻ ചിക്കൻ ആവശ്യമായിട്ട് 3 സ്പൂണ് ജിഞ്ചർ ഗാർലിക്ക് അരച്ചെടുത്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അതേപോലെ മല്ലിയില, പിന്നെ മിൻറ്റും ഗ്രീൻ ചില്ലിയും കൂടി അരച്ചെടുത്തത് ഞാൻ ഇതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. അര സ്പൂണ് കുരുമുളക് പൊടി, പെപ്പർ പൗഡർ ആഡ് ചെയ്യാണ്. അര സ്പൂണ് കുറുക്കും മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാണ്. അര സ്പൂണ് ഗരം മസാല പൊടിച്ചതിനകത്തേക്ക് ആഡ് ചെയ്യാണ്. 1 സ്പൂണ് ഉപ്പും കൂടി ആഡ് ചെയ്യണം, സാൾട്ട്. ഇനി ഇതൊന്ന് അതുപോലെ തന്നെ ഒരു ഹാഫ് ലൈം ഞാൻ ഇതിനകത്തേക്ക് പിഴിഞ്ഞൊഴിക്കുകയാണ്. ഇതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. മാരിനേറ്റ് ചെയ്ത് മാക്സിമം അരമണിക്കൂറെങ്കിലും വയ്ക്കണം കേട്ടോ. അരമണിക്കൂർ കുറച്ച് വെക്കരുത്, കാരണം ഇതിനകത്ത് ടേസ്റ്റ് കിട്ടണമെങ്കിൽ പിടിക്കും. ഇതിൻ്റെ മസാലകളെല്ലാം പിടിക്കണമെങ്കിൽ അങ്ങനെ വേണം. 1 മണിക്കൂറോ 2 മണിക്കൂറോ വെച്ചാലും കുഴപ്പമില്ല. ഇത് ഒരു അരമണിക്കൂർ വയ്ക്കാം. ഞാൻ മാരിനേറ്റ് ചെയ്ത ചിക്കനിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂണ് കേർഡ് തൈര് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അത് ഞാൻ നേരത്തെ ആഡ് ചെയ്യേണ്ടിയായിരുന്നു, ഞാനത് വിട്ടുപോയി. അതേപോലെ തന്നെ ഒരു ഓണിയൻ ഇതേപോലെ വളരെ നൈസായിട്ട് ചോപ്പ് ചെയ്തെടുക്കണം. ഞാനത് ചോപ്പ് ചെയ്തെടുത്തിട്ട് പാനിലേക്ക് ആഡ് ചെയ്യാനാണ്. ഞാനൊരു പാൻ വച്ചിട്ടുണ്ട് ഗ്രീൻ ചിക്കൻ റെഡിയാക്കാനായിട്ട്. ഈ പാനിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്, ഗീ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. കൂടുതൽ ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഞാൻ പക്ഷേ 1 സ്പൂണ് ചെയ്യുന്നുള്ളൂ. അതോടൊപ്പം തന്നെ ഒരു സ്പൂണ് ഓയിലും കൂടി ആഡ് ചെയ്യാണ്. അപ്പോൾ ഓണിയൻ ചോപ്പ് ചെയ്ത് ഇതേപോലെ വച്ചിരിക്കുന്നത് ഞാൻ അതിനകത്തേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അര സ്പൂണ് സാൾട്ട്, ഉപ്പും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. പാനിലേക്ക് ഞാൻ ഇതുപോലെ ഒരു ചെറിയ ജീരകം അര സ്പൂണും 3 കഷ്ണം പട്ടയും കൂടി അതിനകത്തേക്ക് ആഡ് ചെയ്യുകയാണ്.
അത് ഓൾറെഡി ഞാൻ 1/2 സ്പൂണ് ഗരം മസാല ചേർത്തുണ്ട്. കാരണം ഗരം മസാല ചേർക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനകത്ത് കാഷ്നട്ടൊക്കെ പൊടിക്ക് അരച്ചാഡ് ചെയ്യാം, പക്ഷെ ഞാൻ ചെയ്യുന്നില്ല. പാൻ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണം കേട്ടോ. ഈ പാൻ ഒരു വൈറ്റ് കളറാണ് കൂടുതലും ആളുകൾ യൂസ് ചെയ്യുന്നത്. ഗ്രീൻ ചിക്കൻ അത് എടുത്ത് കാണിക്കും ഗ്രീൻ കളർ. പക്ഷേ എനിക്ക് വൈറ്റ് പാൻ ഇപ്പം നിലവിലില്ലാത്തതുകൊണ്ട് ഞാൻ ഈ പാനാണ് യൂസ് ചെയ്യുന്നത്. ഒന്നും കൂടി ബ്രൗൺ കളർ ആവാനുണ്ട്. പിന്നെ ഓണിയൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ആഡ് ചെയ്യാണ്. ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി എടുക്കാം. ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടില്ല, അങ്ങനെ കുക്കായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് എളുപ്പത്തിൽ കുക്കാവാനായിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുകയാണ്. ഇടയ്ക്ക് ഇതേപോലെ ഒന്ന് എടുത്ത് അത് മിക്സ് ചെയ്ത് കൊടുക്കണം. അങ്ങനെ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനൽ ജോസ് കിച്ചൻ്റെ യൂട്യൂബ് ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യും, ലൈക്ക് ചെയ്യും, ഫോളോ ചെയ്യും, കമൻറ്റ് ഒക്കെ ചെയ്യണം കേട്ടോ. വേണ്ട, റെഡി ആയിക്കൊണ്ടിരിക്കുക. നല്ല ടേസ്റ്റുള്ളൊരു ഐറ്റംസാണ് കേട്ടോ ഇത്. അങ്ങനെ ഹൈദരാബാദി ഗ്രീൻ ചിക്കൻ റെഡി ആയിരിക്കുകയാണ്. വളരെ ടേസ്റ്റുള്ള ഒരു ഐറ്റംസാണ്, വളരെ ടേസ്റ്റിയാണത്. ഈസി ആയിട്ട് ഉണ്ടാക്കാം. അത് സ്പൈസി ഒന്നുമില്ല, അധികം സ്പൈസി അല്ല. അപ്പം കുട്ടികൾക്കും എല്ലാവർക്കും കഴിക്കാവുന്നതാണ്. അത് റെഡിയായി, നിങ്ങൾ ട്രൈ ചെയ്യണം. നല്ല ടേസ്റ്റ് ഉണ്ട്, വെരി വെരി ടേസ്റ്റി. എങ്ങനെയുണ്ട്? നിങ്ങൾ ട്രൈ ചെയ്യണം. എന്നിട്ട് എൻ്റെ ജോസ് കിച്ചണിലെ യൂട്യൂബ് ചാനലിൽ വന്ന അഭിപ്രായങ്ങൾ അറിയിക്കണം. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം.